നീ തന്ന എത്രയെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൽ കൂടുതലുണ്ട്. ഇത് പണമില്ലെന്നും പറഞ്ഞ് നീ ആരെയും കൊച്ചാക്കരുത്. പണം ഇന്ന് നിന്റെ ഇല, നീ നാളെ എന്റെ ഇല. അതിന് ഉദാഹരണോടാ ഞാൻ. പെട്ടെന്ന് ഒരു 5000 രൂപ അത്യാവശ്യമുണ്ടോ? ചോദിക്കുമ്പോ പൈസ എടുത്തരാൻ ഞാൻ നോട്ടടിക്കുന്ന മെഷീനൊന്നുമല്ല. ഇതിനെന്നാണ് നിന്നെ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുള്ളത്? ഡ്രസ് എടുക്കാനും കാപ്പി കുടിക്കാനും പടത്തിന് പോകാനും ഒക്കെ എത്ര പ്രാവശ്യമാണ് നിനക്ക് ഞാൻ കാശ് തന്നിരിക്കുന്ന? പിന്നെ പലപ്പോഴായിട്ട് നീ എത്ര പൈസയാണ് മേടിച്ചിരിക്കുന്ന? ഇതൊക്കെ നീ കണക്ക് വെച്ചായിരുന്നില്ലേ? ഞാൻ കഷ്ടപ്പെട്ട പൈസകളാ, എല്ലാത്തിനും എനിക്ക് കണക്കുണ്ട്. ഇതുപോലെ കേട്ടാലും ഈ പൈസ ഞാൻ തന്നി. കക്കാനോ പിടിച്ചു പറിക്കാനോ വല്ലതും പോ, അല്ലാതെ നീ ജോലിക്ക് പോയി പണം ഉണ്ടാക്കത്തില്ല. അവനെ കൂടെ വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? ഇനി അവനെ എന്റെ പട്ടി വിളിക്കും. പണമില്ലാത്തപ്പോ അവന്റെ പിറകെ ഞാൻ പോയിട്ടുള്ളതാ. ഇപ്പൊ എന്റെ പണവും ഉണ്ട്, പവറും ഉണ്ട്. അവനില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഒരു വട്ട പൂജമായിരുന്നു. നിന്റെയൊക്കെ കൂടെ നടന്നിട്ടാടാ എന്റെ മോൻ പോലും ജോലിക്ക് പോകാത്തത്. എന്റെ കൂടെ നിന്റെയൊക്കെ വാപ്പമാർ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കൊക്കെ ജോലിക്ക് പോയാലും ജീവിക്കാം. ഞങ്ങളെ പോലുള്ളവരങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോയില്ലേ ഞങ്ങളെ വീട് പട്ടിണിയായി. എന്റെ ഒരു ചെറിയ ജോലി കൊണ്ടാണ് എന്റെ വീട്ടുകാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ഞാൻ നോക്കും. നാളെ തൊട്ട് ആ ജോലിയില്ല. വീട്ടുവാടക കൊടുത്തിട്ട് 5-6 മാസമായി. നാളെ ഇറങ്ങിപ്പോകാനാ പറഞ്ഞിരുന്നത്. ഇങ്ങോട്ട് പോകുന്ന പോലെ എനിക്കറിയില്ല. ഒരു ഉമ്മ ചങ്ക് നേരിട്ടാണ് പറയുന്നത്. ഇനി നിന്റെയൊക്കെ കൂടെ അവനെ കണ്ട ഇനി എന്റെ ശവമായിരിക്കും കാണുന്നത്. അങ്ങനൊന്നും പറയല്ലേ. ഒരു ഉമ്മയുടെ ഭീഷണിയല്ല, ഇത് അപേക്ഷയാണ്. അവനെ ഇതുവരെ ഒരു വാക്കുകൊണ്ടുപോലും ഞാൻ വേദനിപ്പിച്ചിട്ട് അവന്റെ ഉമ്മാക്ക് വേണ്ടി ഞാനിത് പറയും. കക്കാനോ പിടിച്ചു പറിക്കാനോ വല്ലതും പോ, അല്ലാതെ നീ ജോലിക്ക് പോയി പണം ഉണ്ടാക്കത്തില്ല. അവൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. അവനെ ഞാൻ ചെന്നൈയിലൊരു ജോലി ശരിയാക്കി. നിന്റെയൊക്കെ കൂടെ നടന്നിട്ടാണ് എന്റെ മോനും ജോലിക്ക് വന്നത്. അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. മായാ